ഇത് കനകക്കുന്ന് കൊട്ടാരം. പ്രൗഢഗംഭീരമായ ഈ കൊട്ടാരം പോലെ തന്നെ മഹത്തായ മറ്റൊരു നിർമ്മിതിയെക്കുറിച്ചാണ് കെൽഡോസ്കോപ്പിൽ അടുത്തതായി പറയാൻ പോകുന്നത്. കാണാം കൊച്ചി സ്വദേശി വേണുവിന്റെ പ്ലാക്കുറിശി ഇല്ലം. പ്ലാക്കുറിശി ഇല്ലത്തെ ആരാണെന്നാ പറഞ്ഞത്? പ്ലാക്കുറിശി ഇല്ലത്തെ എൻ്റെ പേര് അനന്തൻ നമ്പൂതിരി. ഈ പ്ലാക്കുറിശി ഇല്ലം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. മട്ടാഞ്ചേരി YNP റോഡിലെ സൈക്കിൾ വർക്ക്ഷോപ്പുകാരൻ വി വേണുവാണ് പ്ലാക്കുറിശി ഇല്ലത്തെ യാഥാർത്ഥ്യമാക്കിയത്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ സാങ്കല്പിക തറവാടാണ് പ്ലാക്കുറിശി ഇല്ലം. ഈ ഇല്ലത്തെ വെള്ളിത്തിരയിൽ നിന്ന് അടർത്തി യാഥാർത്ഥ്യമാക്കിയ വേണു ലാലേട്ടന്റെ കടുത്ത ആരാധകൻ കൂടിയാണ്. തടികൊണ്ട് നിർമ്മിച്ച വേണുവിന്റെ സ്വന്തം വീടിന്റെ പേരാണ് പ്ലാക്കുറിശി ഇല്ലം. പടിപ്പുര, പൂമുഖം, അകത്തളം, അറപ്പുര, കർണസൂത്രം, മാളികപ്പുര, നിലക്കണ്ണാടി തുടങ്ങി ഒരു പ്രൗഢഗംഭീരമായ പഴയ തറവാട് വീടിന്റെ എല്ലാ പ്രത്യേകതകളും ഈ ഇല്ലത്തിനുണ്ട്. കേരളീയ വാസ്തുശില്പ വിദ്യകളുടെ സർവ്വപകിട്ടോടെ 3 നിലകളിൽ തലയുയർത്തി നിൽക്കുന്ന വീട് കണ്ടിറങ്ങുമ്പോൾ ആരും ഒന്ന് കൊതിക്കും, പിന്നീടൊന്ന് സംശയിക്കും. തികച്ചും സാധാരണക്കാരനായ വേണുവിന് എങ്ങനെ ഇത്തരത്തിൽ ഒരു വലിയ വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞു? സത്യത്തിൽ ഇതിന് പിന്നിൽ സിനിമാ കഥയെ വെല്ലുന്ന ഒരു വലിയ കഥയുണ്ടെന്ന് വേണു പറയും. അത് ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ അസാധാരണമായ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കഥ കൂടിയാണ്. എനിക്ക് ചെറുപ്പം പോലെ ഇതിനോട് കുറച്ച് കമ്പം കൂടുതലായിരുന്നു. പിന്നെ ആറാം തമ്പുരാൻ, ഹിസ് ഹൈനസ് അബ്ദുള്ള എന്നുപോലെ തന്നെ ദേവാസുരം, അതുപോലത്തെ ഒത്തിരി സിനിമകൾ ലാലേട്ടൻ്റെ വരുന്നു. നമ്മളങ്ങനെ ആ ഒരു കാഴ്ചപ്പാട് മനസ്സിൽ കുറേ കാലമായിരുന്നു ഉണ്ടായിരുന്നു. അതേപോലെ ഒരു തറവാട് വീട് വേണം എനിക്ക്, എൻ്റെ വീട് അതായിരിക്കണം. തടിവീട് സ്വന്തമാക്കുക മാത്രമല്ല, ഈ സ്വപ്ന വീടിന്റെ ആർക്കിടെക്റ്റ് കൂടിയാണ് നമ്മുടെ വേണു. മലയാളത്തിലെ ഒട്ടുമിക്ക സിനിമകളിലെയും പാട്ട് സീനുകളിൽ കാണുന്ന വ്യത്യസ്തമായ സൈക്കിളും റിക്ഷകളുമെല്ലാം വേണുവിന്റെ കരവിരുതിൽ പിറന്നവയാണ്. ശൃംഗാരവേലൻ എന്ന ചിത്രത്തിലെ ബാഗിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ബൈക്കും CID മൂസയിലെ സൈക്കിളും അവയിൽ ചിലതു മാത്രം. തനിക്ക് ആവശ്യമുള്ളത് തേടിപ്പിടിച്ച് സ്വന്തമാക്കാനും തന്റെ സ്വപ്നം പോലെ അത് രൂപപ്പെടുത്താനും കഴിയുമെന്ന ആത്മവിശ്വാസമായിരുന്നു കൈമുതൽ. ഒപ്പം വേണുവിനെ ശരിക്കും അറിയാവുന്ന സുഹൃത്തുക്കളും ഈ സ്വപ്നത്തിന് കൂട്ടുനിന്നു. ഇത്തരത്തിലൊരു വീട് നിർമ്മിക്കാൻ വേണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പത്മനാഭൻ ആശാരി. സാധാരണ ആൾക്കെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി പരിശ്രമിക്കണം, കുറേ പരിശ്രമിക്കണം. അത് വേണുവിന് മാത്രമേ ഇങ്ങനെ പറ്റുള്ളൂ, നമ്മളുടെ കൂട്ടത്തിൽ വേണുവിന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. എന്നുവെച്ചാൽ കോടീശ്വരനാണെങ്കിൽ പോലും ഇങ്ങനത്തെ സാധനം കളക്ട് ചെയ്യാനും അതിനുവേണ്ടി ബുദ്ധിമുട്ടാനും അതിന് സമയം കണ്ടെത്താനും ഒക്കെ മെനക്കെടുന്നത് ഒരു ഭയങ്കര പണി തന്നെയാണ്. ആദ്യം പഴയ കുടുംബ വീടിന് സമീപം വീട് വെക്കാനായി 6.5 സെന്റ് സ്ഥലം വാങ്ങി. പിന്നെ മനസ്സിലെ വീടൊരുക്കാനുള്ള അധ്വാനമായിരുന്നു. അങ്ങനെ മനസ്സിലെ വീടിന്റെ രൂപം വരപ്പിച്ചു. പിന്നെ അതിനുവേണ്ടിയുള്ള സാമഗ്രികൾക്കായുള്ള അന്വേഷണമായിരുന്നു. വീട് പൊളിച്ചു വിൽക്കുന്നുവെന്ന് പറഞ്ഞ് കേട്ടിടത്തേക്കെല്ലാം വേണു യാത്ര ചെയ്തു. വീടിന് ചേരുമെന്ന് തോന്നിയതെല്ലാം സ്വന്തമാക്കി. അങ്ങനെ 2010 ഫെബ്രുവരി 2-ന് സ്വപ്ന വീടിന് ശിലാസ്ഥാപനം. എത്ര കാത്തിരുന്നിട്ടായാലും മനസ്സിൽ കണ്ട പോലുള്ള സാധനങ്ങൾ കിട്ടിയാൽ മാത്രം വീട് പണി പൂർത്തിയാക്കിയാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്നതിനാൽ ആ അധ്വാനം 4 വർഷം വരെ നീണ്ടു. പള്ളിപ്പുറം, കലവൂർ, അമ്പലപ്പുഴ എന്നിവിടങ്ങളിലെ 1 നൂറ്റാണ്ടിലേറെ പഴക്കം ചെന്ന 3 തറവാടുകൾ പൊളിച്ച വസ്തുക്കളാണ് വേണുവിന്റെ വീടിന്റെ മുഖ്യ ഘടകം. മരപ്പണിക്കാരൻ പത്മനാഭനാശാരി, മേസ്തിരി കുഞ്ഞുമോൻ, ചെറിയ യന്ത്രപ്പണികളുമായി ബിനോജ് എന്നിവർ വേണുവിന്റെ സ്വപ്ന സങ്കല്പങ്ങൾക്ക് രൂപം പകർന്നുകൊണ്ടിരുന്നു. 50 രൂപ മുതൽ ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങിയ സാധനങ്ങൾ വരെ ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആക്രിക്കടകളിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ വരെയുണ്ട് കൂട്ടത്തിൽ. വേണുവിന്റെ താല്പര്യമറിഞ്ഞ് സുഹൃത്തുക്കളിൽ പലരും പല സ്ഥലങ്ങളിൽ നിന്ന് രസകരമായ പല സാധനങ്ങളും വേണുവിന് നൽകിയിട്ടുണ്ട്.
GVP ഫ്രണ്ട്സ് എന്ന ഇവരുടെ കാർണിവൽ സംഘത്തിന്റെ സുഹൃത്ത് കൂട്ടായ്മയിലെ 40 പേരുടെ കൂടി അധ്വാനത്തിന്റെ ഫലമാണ് ഈ സ്വപ്ന വീടെന്ന് വേണു പറയുന്നു. 4 വർഷം മുമ്പ് തുടങ്ങിയ വീടുപണി വേണു മനസ്സിൽ കണ്ട പോലെ പൂർത്തിയാക്കിയിട്ട് മാസങ്ങളെ ആയുള്ളൂ. മെയ് 12-ന് പാലുകാച്ചൽ ചടങ്ങ് നടന്നുവെങ്കിലും ചിങ്ങമാസത്തിലെ താമസം തുടങ്ങും. ഇപ്പോൾ ഭാര്യ ബിന്ദുവും മക്കളായ അശ്വതി, അനശ്വര എന്നിവരും വേണുവിനൊപ്പം എല്ലാ ദിവസവും ഈ തറവാട് വീട്ടിലെത്തി വീടും പരിസരവും വൃത്തിയാക്കും. ഇനി ഒരു ആഗ്രഹം കൂടി ബാക്കിയുണ്ട് ഇദ്ദേഹത്തിന്. ലാലേട്ടനോട് ഞാൻ പറഞ്ഞായിരുന്നു, ഇന്ന ഒരു വീട് വയ്ക്കുന്നുണ്ട്, ലാലേട്ടൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം, ഒരു തിരിതെളിയിക്കൽ ചടങ്ങ് ലാലേട്ടൻ ചെയ്തു തരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ആ പ്രകാരം വരാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. കോടികൾ മുടക്കിയാകും ഈ തടിവീട് വേണു പണിതതെന്ന് കരുതിയാൽ തെറ്റി. പുരാവസ്തു മൂല്യം കൂടി കണക്കാക്കിയുള്ള മതിപ്പുവിലയുടെ പകുതി പോലും തനിക്ക് ചെലവായില്ലെന്ന് വേണു അവകാശപ്പെടുന്നു. എങ്കിലും വേണുവിന്റെ ജീവിതത്തിലെ സർവ്വ സമ്പാദ്യങ്ങളുടെയും തുകയാണ് ഈ വീട്. വേണമെങ്കിൽ 15 വർഷം മുമ്പേ തന്നെ എല്ലാവരെയും പോലെ ഒരു സാധാരണ വീട് വേണുവിനും വെക്കാമായിരുന്നു. പക്ഷേ വേണു കാത്തിരുന്നു തന്റെ സ്വപ്നതുല്യമായ വീടിന്റെ സാക്ഷാത്കാരത്തിനായി. ഇപ്പോൾ ഈ സ്വപ്ന വീട് കാരണം വേണു എന്ന വർക്ക്ഷോപ്പുകാരൻ മറ്റുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തനാകുന്നു. Have a short break.